നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും വളരെ സമാധാനവും രസകരവുമായ അന്തരീക്ഷത്തിൽ നമ്മുടെ വൈബിനൊത്ത ഒരു കൂട്ടം ആളുകളുമായി ചില്ലടിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് ആർത്തുല്ലസിച്ച് നടന്ന നാളുകളിൽ നിന്നും കൗമാരപ്രായമെത്തുമ്പോൾ കുറച്ചുകൂടി വലിപ്പം കുറയുന്ന സൗഹൃദങ്ങളും ചെറുപ്പമെത്തുമ്പോൾ ചില്ലടിക്കാൻ മറിഞ്ഞ് തൻ്റെ വീടിനും വീട്ടുകാർക്കും ഓടിത്തീർക്കുന്ന ജീവിതവും കഴിഞ്ഞ് തളർന്ന മനസ്സും ശരീരവുമായി ഒറ്റപ്പെട്ട നിലയിൽ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ചില്ലടിച്ച് കളിച്ചു നടന്നിരുന്ന തൻ്റെ പഴയ കാലമോർത്ത് നിർവൃതി അടഞ്ഞിരുന്ന വാർദ്ധക്യത്തിൽ നിന്നും ഒരാശ്വാസം എന്ന നിലയിൽ കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് സായം പ്രഭ ഹോം പദ്ധതി. വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് രൂപം കൊണ്ട സായം പ്രഭ ഹോം പദ്ധതി ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയാണ് ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടുന്നതിന് സൗകര്യമൊരുക്കുകയും വൃദ്ധപരിചരണ നിയമങ്ങളെയും മാനസികവും ശാരീരികവും ആരോഗ്യകരവുമായ വിഷയങ്ങളെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിയമവിദഗ്ധർ, പോലീസ് ഓഫീസേഴ്സ്, മെഡിക്കൽ ഓഫീസേഴ്സ്, സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എന്നിവർ മുഖാന്തരം ഇവർക്ക് വേണ്ടുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും മാനസിക ശാരീരിക ഉല്ലാസത്തിനായി യോഗ ക്ലാസുകൾ ആഴ്ചതോറും നടത്തുകയും പോഷകാഹാര കുറവുള്ള വൃദ്ധജനങ്ങൾക്ക് 2 നേരമെങ്കിലും പഞ്ചായത്തുകളുടെ സഹായത്തോടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമഗ്രമായ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വൃദ്ധജനങ്ങൾക്കായി കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ള നിരവധി പദ്ധതികളും അതിലുപരി മറ്റു പദ്ധതികളും അവയുടെ അനുബന്ധ വിവരങ്ങളും കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നു എന്നറിയാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.